എല്ലായിടത്തും സാധനങ്ങൾ എല്ലായിടത്തും. ഒരു സാധനമൊന്നും വെക്കാൻ കസേരയൊന്നും ഒഴിഞ്ഞിട്ട് വേണമല്ലോ. ഇതിന് ഞാൻ ചെയ്യണ മെത്തേഡ് എന്നാന്ന് വെച്ചാൽ ഫുൾ വിടുത്തിയിട്ട് ചുരുക്കമുള്ളയുടെ എല്ലാം തേക്കുമ്പോൾ നല്ല നിവർന്നു വരും. ഞാനൊരു ചെറിയ ടിപ്പ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ ആറാട്ട സാധാരണ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിയോ? എന്ത് രസമല്ലേ അമ്മ പഠിച്ച സ്കൂളല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങണേ. എല്ലായിടത്തും സാധനങ്ങൾ എല്ലായിടത്തും. ഒരു സാധനമൊന്നും വെക്കാൻ കസേരയൊന്നും ഒഴിഞ്ഞിട്ട് വേണമല്ലോ. അത് വേണം. ഞാനിന്ന് പാൻറ്റും ടോപ്പും തുണി മാറി പോരുക. അമ്മ എന്നാ ഈ പറയണേ? ഫോട്ടോ എടുക്കണ്ടെങ്കിൽ എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഗേറ്റ് തുറക്കണം. ഓ പറഞ്ഞ പോലെ അതുണ്ടല്ലോ അല്ലെ. സാരി മറ്റേ കേമ എത്ര കൊല്ലം മുമ്പുള്ള സാരിയാ നീ മേടിച്ച സാരി. വെരി നൈസ്. പക്ഷെ എവിടെന്നായിരുന്നത്? ഇപ്പൊ ഓരോ ഓർമ്മയും കിട്ടുന്നില്ല. അത് എവിടെന്നാന്ന് മനസ്സിൽ പോലും വരുന്നില്ല. എറണാകുളം അല്ലാന്ന് എനിക്ക് തോന്നണത്. മനസ്സിൽ പോലും വന്നില്ല അത് എവിടെന്നാന്ന്. കാരണം ഇങ്ങനത്തെ തന്നെ കൊച്ചമ്മായിക്ക് ഏഞ്ചല് തൃപ്പൂണിത്തുറ ജോസിന്ന് മേടിച്ച. എന്നിട്ട് കുറെ നാള് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ മോഡൽ വേറെ ഇതുപോലത്തെ കട്ടിയുള്ളത് വേറെ പല ഷോപ്പുകളിലും കുറെ നാള് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പല ഷോപ്പുകളിലും ചോദിക്കുമ്പോൾ ഇല്ല. കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏഞ്ചലിനോട് പറഞ്ഞു ഇപ്പം ഇങ്ങനെയുള്ള ഈ മോഡൽ സ്റ്റഫിൽ എനിക്ക് വേണം, ഇച്ചിരി കട്ടിയില്ല. അപ്പം ഏഞ്ചൽ എന്നോട് പറഞ്ഞു എറണാകുളത്തൊന്നും കിട്ടാനില്ല. ഏഞ്ചൽ എറണാകുളത്ത് താമസിക്കുന്ന ആളാണല്ലോ. അപ്പം തൃപ്പൂണിത്തുറ ജോസിലുണ്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു തൃപ്പൂണിത്തുറ ജോസി ചെല്ലുമ്പോൾ അവര് നമ്മള് ഈ സാരി അങ്ങ് ഉടുത്തോണ്ട് പോവുക, എന്നിട്ട് പറയുക ഈ മോഡലപ്പം അകത്തെ ഷെൽഫിൽ നിന്ന് അവരെടുത്തോണ്ട് വരും. അതുപോലെ ഉടുത്തോണ്ട് പോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവര് അകത്തെ ഷെൽഫിൽ നിന്ന് ഒരു 6-7 കളറ് കൊണ്ടുവന്നു. ഇതിന്റെ ഈ സ്റ്റഫ് തന്നെ കട്ടിയുള്ള നെറ്റ് കോട്ട എന്നാ എനിക്ക് തോന്നണത് ഇതാ. അപ്പം അങ്ങനെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിൽ പിങ്ക് ഷെയ്ഡുള്ള ഗ്രേ ഡിസൈൻ ഉള്ളത് മേടിച്ചത്. ഞാൻ ഉടുക്കാറുണ്ട് ഇടയ്ക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഉടുത്ത് ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന കട്ടിയുള്ള. ഇത് വിത്ത് ബ്ലൗസ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ വിത്ത് ബ്ലൗസ് തയ്ച്ചിട്ടേ ഒന്നും അത്ര ഇങ്ങനെ ശരിയായില്ല. എന്നാന്ന് വെച്ചാൽ ഈ പ്രിന്റാ അതിൽ മൊത്തം തിളക്കും. പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് കട്ടിയാ. അപ്പൊ അത് അത്ര ശരിയാവാത്തതുകൊണ്ട് ഞാൻ പ്ലെയിൻ കളർ 2x2 ഇത് 3ാമത്തെ ബ്ലൗസ് അതിന് തയ്പ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സാരി ഒരു 10 കൊല്ലത്തിലേറെയായി. മറ്റേ പിങ്ക് തന്നെ മേടിച്ചിട്ട് 6-7 കൊല്ലായി. അപ്പൊ അതിന് 2-3 കൊല്ലം മുമ്പ് ഇതിന് മേടിച്ചോണ്ട് വന്നേ. ഇതിന് ഞാൻ ചെയ്യണ മെത്തേഡ് എന്നാന്ന് വെച്ചാൽ മമ്മി എന്നോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഞാൻ ഈ കോട്ടസാരികൾ അധികം അങ്ങനെ തേക്കാറില്ല. അപ്പൊ മമ്മിയോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് എടുക്കണോടൊക്കെ ചുരുങ്ങണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു ലിനോ ഒരു കാര്യം ചെയ്താൽ മതി, ആ പ്ലീറ്റ് എടുക്കുന്നിടം ഫുള്ളായിട്ട് നിവർത്തി മേശയിലിട്ടേച്ച് തേക്കാൻ പറഞ്ഞു. കോട്ടാസാരിയുടെ കേട്ടോ ഞാൻ പറയണത്. അധികം ചൂട് പാടില്ല, എല്ലാവർക്കും അറിയാം. കോട്ടാസാരി ഉപയോഗിക്കുന്നവർക്ക് അറിയാം അധികം ചൂട് ചെന്ന് കഴിഞ്ഞാൽ അത് കത്തിപ്പോവും. അപ്പൊ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഡൈനിങ് ടേബിളിൽ തുടച്ച് വൃത്തിയാക്കി വെച്ച് ഷീറ്റൊക്കെ 2-3 നിര അങ്ങ് ഇട്ടേച്ച് ഫുൾ വിടുത്തിയിട്ട് ചുരുക്കമുള്ളയുടെ എല്ലാം തേക്കുമ്പോൾ നല്ല നിവർന്നു വരും. ഞാനൊരു ചെറിയ ടിപ്പ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വലിയ ടിപ്പൊന്നും അല്ല. ദേ ഇവിടെയൊക്കെ ചുളുക്കം വന്നു കഴിയുമ്പോൾ നമ്മൾ സാരി ഫുൾ നിവർത്തിയിടണം. മടക്കി തേച്ചാൽ അത് പോവില്ല. അപ്പം അങ്ങനെ നിവർത്തിയിട്ടേച്ച് ചെറിയ ചൂട് വരുത്തിയേച്ച് പ്ലഗ് ഓഫ് ചെയ്തേച്ച് തേക്കുക. പിന്നെ എന്ത് ചെയ്ത് നടന്ന് അടിയിലൊക്കെ സ്വല്പം വലഞ്ഞ പോലെയൊക്കെ ആയി. എന്നാലും ഞാനിത് സാരി സൂക്ഷിക്കും. ഒരു 10 കൊല്ലത്തിൽ മേലെ ആയിട്ടുണ്ട്. അന്ന് ഇതിന് എന്നാ റേറ്റ് നീ മേടിച്ചോളൂന്നുണ്ട് ഞാൻ ഓർക്കണില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഓർമ്മ. അത് എറണാകുളം ആണോന്ന് ഞാൻ മറന്നുപോയി. ഇത് മേടിച്ചത് എവിടെന്നാന്നുള്ളത്. എവിടെന്നെങ്കിലും ആട്ടെ, ഏതായാലും നല്ല സാരിയാ, നല്ല കളർ. അമ്മയ്ക്ക് നല്ല മാച്ചിങ്ങും ആയത്. എന്നാ അപ്പയും അമ്മയും മാച്ചിങ്ങിലാണല്ലോ. അപ്പയ്ക്ക് കറുത്തകരം കൊണ്ട് കൊടുക്കായിരുന്നു. അതന്നെ. കറുത്തകരം മുഴിഞ്ഞു കിടക്കുക. തേച്ചതുണ്ട് തേച്ചതുണ്ട്. ഇത് കുത്തണത് കുത്തിക്കോട്ടോ ഇതിലെ. അല്ല ആ ചേച്ചിയുടെ അമ്മയ്ക്ക് നല്ല കമ്പനിയാണല്ലോ. പിറവോ അല്ല അമ്മയ്ക്ക് നല്ല പരിപ്പോടെ ഉണ്ടാവുമോ? ആണോ? വണ്ടി ഇങ്ങോട്ട് തിരിയാനുണ്ട്. വീട്ടിൽ മതി പോവാട്ടാ. ശരി.
ഇതന്നെ ആ വഴി പോനെ. ഇതന്നെ അമ്മ ആ വഴി തന്നെ. ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചേ. അവിടെ നിന്ന് വണ്ടി വരാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നടക്കാം. ഇവിടെ വരുമ്പോഴേക്കും ഗ്യാപ്പ് കിട്ടും. ഗ്യാപ്പ് കിട്ടുമ്പോ അമ്മ ചാടി വരും. വർക്കില്ലേ പരിപ്പോടെ പുള്ളിക്കാരി പറഞ്ഞു ഇന്ന് 300 ഓർഡർ ഉണ്ടായിരുന്നു. 300 എണ്ണം. ഞായറാഴ്ച ദിവസമൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കൂന്ന്. ഉള്ളിവട ഉണ്ടോ? ഇല്ല. അവിടെ പൊട്ടറ്റോ ഉണ്ട, ബോണ്ട, പിന്നെ ബോണ്ട, പിന്നെ ഉഴുന്നുവട, പിന്നെ ആ ഉള്ളിവട എന്ന് പറഞ്ഞായിരിക്കും സവാളവട. സവാളവട അത്. പക്ഷെ ഉഴുന്നുവടയുടെ ഷേപ്പ് വളരെ നല്ലതാട്ടോ. കുഞ്ഞുഴുന്നുവട. ഓർഡർ ഉണ്ടെങ്കിൽ ഏത് സൺഡേയും ചെയ്ത് കൊടുക്കൂന്ന് വെറുതെ ചോദിച്ചു വെച്ചതാ. ഈ സമ്മർ ആയാ നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ സാധാരണ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിയോ? കിളികൾ ഒരുപാട് കിളികൾ വരും. സമ്മർ കിളികൾ ഒത്തിരി വരും. പിന്നെ മാങ്ങ ഓരോ ഫ്രണ്ടിലും എന്ത് രസല്ലേ ഉണ്ടായി കിടക്കണ മാങ്ങ. എന്ത് രസ. പിന്നെ ഉണ്ട് ബോഗൈൻവില്ല. അയ്യോ ആറാട്ട. പിന്നെ അതൊക്കെ സമ്മറിന്റെ വരവറിയിക്കുന്ന ദൃശ്യങ്ങളാണ് അതൊക്കെ. ശരി. ബോഗൈൻവില്ല ഉണ്ട്. പിന്നെ മറ്റു പൂക്കളും ഒക്കെ നല്ല ഭംഗിയായി. വേനൽക്കാലത്ത് പൂക്കൾ ഒരുപാടുണ്ടാവും. വേനൽക്കാലത്ത് എല്ലാ പൂക്കൾക്കും ഒരു പ്രത്യേക സൗന്ദര്യമായിരിക്കും. കുറവായിരിക്കും. നമ്മുടെ ആ കൂഴപ്ലാവേലി വെയിലേറടിക്കുന്നോണ്ട് താഴെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ദൂരം വാങ്ങിയല്ലേ. അമ്മ പഠിച്ച സ്കൂളല്ലേ? വെളിനാട് സെന്റ് പോൾസ് ഹൈസ്കൂൾ. +1 +2 ഉണ്ടെന്ന് തോന്നണം. ഇവിടെ മേളില് കുരിശുപള്ളി കാണാം. കുരിശുപള്ളി അല്ല, പള്ളിയുണ്ട് ഇവിടെ. കാത്തലിക്ക് അപ്പുറം മഠം ഉണ്ടായിരുന്നു. ഇപ്പൊ മഠം നിർത്തിയെന്ന് തോന്നണം. ആ പള്ളിയുടെ ഇത് പിടിച്ചോ. സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെളിനാട്. ഇപ്പൊ ഹയർ സെക്കൻഡറി ഒക്കെ ആക്കി. ഇവിടെയാ സെന്റ് ജോസഫ് വാർഡ് ഹോളായിരുന്നു ഞങ്ങളുടെ 8ാം ക്ലാസ്. മേളില് ഓഫീസിന്റെ അവിടെയായിരുന്നു 10ാം ക്ലാസ്. MT അബ്രഹാം സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. അമ്മ പോരുമ്പോ ഇവിടെ പണ്ടില്ലേ, ഇവിടെ ഈ കണ്ടത്തിലും കൃഷിയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഓടിന്റെ ഒരു കമ്പനി വന്ന ഈ വെളിനാട്ടിൽ പേപ്പതിയില് കണിച്ചായിസ് എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ ഓടല്ല, ഇഷ്ടികയുടെ ഓടും ഇഷ്ടിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഇഷ്ടികകളായിട്ട് ഇത് രൂപാന്തരപ്പെടുത്തി കണ്ടം മേടിച്ചേച്ച് ഓരോരുത്തരുടെ കണ്ടം അവര് വിലക്കും വിറ്റോ. അവര് മേടിച്ച് വെച്ചത് ഇഷ്ടികകളാക്കി രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ കിടക്കണത്. പിന്നെ മറ്റു ഭാഗത്താണ് കൃഷി ഇറക്കിയേക്കണ ഭാഗങ്ങൾ. അങ്ങോട്ട് നോക്കിയാൽ കൃഷി ഇറക്കിയേക്കണ പാടത്തിന്റെ കിട്ടും. കുറച്ചുകൂടെ അങ്ങ് നടക്കാം. അങ്ങോട്ട് നടക്കാം. പശുവൊക്കെ നോക്കണ്ട്. ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അതെ. ഇങ്ങനെ പാടത്തോടെ ആരും നടന്നു വരാറില്ലല്ലോ. അതായിരിക്കും നോക്കണത് ചിലപ്പോ. ഇഷ്ടം പോലെ ആ ഷെഡുകൾ കാണുന്ന എന്നാന്നറിയാമോ? ഈ വെള്ളം അടിക്കാനായിട്ടുള്ള മോട്ടോർ ഷെഡാ, ഡീസൽ എഞ്ചിന്റെ. നല്ല രസം. ഇത് കണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടികളായിട്ട് മാറിയതാ. അത് എവിടെ ചെന്നു കണ്ടത്തില്ല. ഇപ്പൊ ഇഷ്ടികളെ ഇല്ലാന്ന് തോന്നണം. അതല്ലേ ഇങ്ങനെ വെള്ളം കയറി കിടക്കണം. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഇത് അവിടെ പോയിട്ട് പടത്തെടുക്കാം. വേറെ മീനുണ്ടോ? അവിടെ. നല്ല ഭംഗിയുള്ള സീനറിയാ അല്ലേ? അതിമനോഹരമായ സ്ഥലം. സ്വർഗമാണിത്, സ്വർഗം. ഇതെല്ലാം പാടത്ത് കൃഷി ഇറക്കിയേക്കണതാട്ടോ. വിതച്ചേക്കണതാന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട്. അപ്പുറത്ത് സൂം ചെയ്തു. അങ്ങോട്ട് പോകാൻ പറ്റില്ല. വരമ്പേക്കടെ പോയ അപകടം ഈ പുല്ലിന്റെ ഇടയ്ക്കോടെ. അത് മുഴുവൻ കൃഷി ഇറക്കിയേക്കണതാണ്. ആ ഓപ്പോസിറ്റ് സൈഡിലില്ലേ, അവിടെ എല്ലാം ഒരുപാട് അമ്മയുടെ ഒക്കെ കൂടെ പഠിച്ചവരുടെ വീടുകളുണ്ട് അവിടെ. ഒരുപാട് പേരുടെ. ഇഷ്ടം പോലെ കറക്റ്റെല്ലാം വീടുകളുണ്ട്. നമ്മുടെ വീടുകൾ പോലെ ഇങ്ങനെ പാടത്തിന്റെ ഓരത്തതേ അങ്ങോട്ട് നോക്കതേ വീടുകളുണ്ടോ. എന്ത് പച്ചപ്പാ അല്ലേ? പച്ചപ്പ് ഇങ്ങനെ പിടിക്കണം. പച്ചപ്പും ഹരിതാപവും. പച്ചപ്പ് പിടിക്കണം ശരിക്കും. അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റൂല. ഇതെല്ലാം പുല്ല. അതിന്റെ ഇടയ്ക്കൊക്കെ കൊല്ല ജന്തുക്കളുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലാതാ. നല്ല ഭംഗിയാ. തോടെല്ലാം ഇല്ലേ, ഈ പഞ്ചായത്തിന്റെ വഴി ഇങ്ങനെ ക്ലീനിങ്ങും ഇതുമൊക്കെ നടത്തി വെച്ചത്. ഇത് ഇങ്ങനെ കല്ല് കെട്ടി ഇതാക്കിയേക്കണം. ഇതെല്ലാം പണ്ട് ചുമ്മാ തോടായിട്ട് കിടന്നാൽ നമ്മുടെ അവിടെ ഉള്ള പോലെ ഇത് കരിങ്കല്ലൊക്കെ കെട്ടി ഇടിഞ്ഞു പോവാതെ. അതെന്നാന്ന് വെച്ചാൽ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർക്ക്. അപ്പൊ എല്ലാവരിന്റെ KCBയുടെ പോസ്റ്റൊക്കെ വന്നു. ഞാൻ ഓർത്തെ ഡീസൽ മെഷീൻ ആയിരിക്കുന്നു. അപ്പൊ കറണ്ടുണ്ട് ഇതില്. അപ്പൊ കറണ്ട് മെഷീനാ മോട്ടോർ ഷെഡുകള്. എല്ലാവർക്കും കൃഷി ഇറക്കുമ്പോ കണ്ടത്തിലേക്ക് മോട്ടർ അടിക്കാനായിട്ടുള്ള മോട്ടോർ ഷെഡുകളാ. പണ്ടത്തെ കാലത്ത് ഡീസൽ എഞ്ചിനായിരുന്നു. ഏറ്റവും പണ്ട് ചക്രം ചവിട്ടായിരുന്നു. ചക്രം ചവിട്ട് കഴിഞ്ഞിട്ടാണ് ഈ മെഷീൻ വരെയൊക്കെ വന്നത് ഞാൻ പോയതിന് ശേഷം.
ഇത് കണ്ടോ എപ്പോഴാണ് ഞാൻ കണ്ട കറണ്ട് വലിച്ചേക്കണത് ഇങ്ങനെ ഇത് കറണ്ട് വലിച്ചേക്കണ JCBയുടെ. എന്നിട്ട് ഓരോ ഇതിലേക്ക് പോസ്റ്റ് ഉണ്ട് അതിലെല്ലാം പാടത്തേക്ക് കൃഷി ഇറക്കാനായിട്ട്. നല്ല രസമല്ലേ? സൺസെറ്റിന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഭംഗിയാണ് അല്ലേ. ഇതുപോലെ പച്ച വിരിച്ച നെൽപ്പാടത്തൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ സൺറൈസില്ലേ അതിങ്ങനെ നെല്ലിലേക്ക് തട്ടി ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ പുഴയിലോ കായലിലോ ഒക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും സൺറൈസ് ആ ഓളങ്ങളിൽ തട്ടി അതും ഇങ്ങനെ തിളങ്ങുന്ന കാണാം. അരികുവഴിയെല്ലാം കപ്പ ഇട്ടിട്ടുണ്ട്. കപ്പയുടെ കൂടെ പയറും ഒരേ മൂടുണ്ട്. പയറ് കപ്പയും പയറും ഉണ്ട്. പിന്നെ കൃഷി ഇങ്ങനെ പാടത്ത് കൃഷി ഇറക്കിയേക്കണം. അങ്ങോട്ട് പോകാമായിരുന്നു, പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വെട്ടാതെ കിടക്കണോണ്ട് വഴിച്ചാലില്ല. അതിലേ പോയ ആൾക്കാരൊന്നും നടക്കണില്ലാത്തതുകൊണ്ട് പ്രശ്നമാണ് ചിലപ്പോൾ അതിലൊക്കെ പോയാൽ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവണ്ട, ഇവിടം വരെ അത്യാവശ്യം ഇതുള്ളൂ. അപ്പോൾ ഇവിടം വരെ നിന്ന് പടം എടുക്കാം. ശരിക്കും സണ്ണിന് നേരെ നിൽക്കണം, അപ്പോഴാണ് ഭംഗി കിട്ടുക. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ഇതിൽ കൂടെ നടക്കുമ്പോഴും നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ. ഈ തോടിന്റെ ഇതൊന്ന് പിടിച്ച് 2 സൈഡിലും കരിങ്കല്ലുകൊണ്ട് കെട്ടിയേക്കണം. അങ്ങനെ കെട്ടി മീതെ കോൺക്രീറ്റിങ് നടക്കാനായിട്ട്. ഇപ്പൊ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിയൂല 2 സൈഡില്, ചിറ പോലെ ഇങ്ങനെ നന്നായിട്ട് നിൽക്കും. അപ്പൊ കൃഷി ഇറക്കുമ്പോ സൈഡിൽ ആ വരമ്പിന്റെ അവിടെ പച്ചക്കറികൾ നടാം. ഇവരിപ്പോ നട്ടേക്കണ കപ്പയും പയറുവാ. പിന്നെ ഇതിൽ അങ്ങേയറ്റത്ത് വാഴ നിപ്പുണ്ട്, അങ്ങേയറ്റത്ത് സൂം ചെയ്താൽ തെങ്ങും തൈയും വെച്ചിട്ടുണ്ട്. നല്ലതായത് ഇത്. പക്ഷേ ഗ്രാമീണ പഞ്ചായത്തിന്റെ വഴിയാട്ടോ, ഇടയ്ക്കാട്ടുവൽ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയല്ലോ ആയിരിക്കും അത്. ഈ വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞതാ. പഞ്ചായത്തുകാരാണ്. ഇവിടെ കൃഷി ഒരുപാടുള്ളത് കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാ. എന്നാന്ന് വെച്ചാൽ പാടം തരിശായി കിടക്കാതെ കൃഷി ഇറക്കുക, എന്നിട്ട് വിളവെടുക്കുക. അതായിരിക്കും ഉദ്ദേശം. നല്ല ഭംഗിയാണ്. പിന്നെ വെള്ളമൊന്നും കയറൂല, അതുകൊണ്ട് നല്ല. പിന്നെ മോട്ടർ അടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് ലൈൻ ഇങ്ങനെ കൊടുത്തേക്കണോണ്ട് എല്ലാവരും മോട്ടർ ഷെഡുകൾ പണിത് കണ്ടത്തിലേക്ക് കൃഷി ഇറക്കാൻ ആവശ്യത്തിന് ഈ തോട്ടിൽ നിന്ന് വെള്ളം അടിക്കും. അപ്പം ആവശ്യത്തിന് വെള്ളം കയറുള്ളൂ, അപ്പം അധികം ഒട്ടും ആവില്ല. പിന്നെ മറ്റേ മഴക്കാലത്ത് അങ്ങനെ വെള്ളം കയറലില്ലല്ലോ, അപ്പം കൃഷി പോവുകയില്ല. വേനൽക്ക് വരൾച്ച ഉണ്ടാവില്ല. തോട് ഇല്ല വെള്ളം പോയാലേ ഇതിലും വെള്ളം കുറയുള്ളൂ. തോട്ടിൽ വെള്ളം പറ്റൂലാത്ത എന്നാന്ന് വെച്ചാൽ ഈ തോട് ചെന്ന് ഇറങ്ങണത് തൊട്ടൂർ കടവിൽ മൂവാറ്റുപുഴ ആറിലേക്കാണ്. അപ്പം അതിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൈവഴിയായിട്ട് വന്നേക്കണ തോടാ. നമ്മുടെ അവിടുത്തെ തോടില്ലേ കായലിന്ന് തന്നെ അതുപോലെ. അപ്പം അതുകൊണ്ട് വെള്ളം പറ്റൂല ഇതിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് ഇളങ്കാറ്റൊക്കെ കൊണ്ടു. ഈ ചൂട് സമയത്ത് ഇങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സുഖാന്നറിയോ. ഏത് AC-നേക്കാളും കംഫർട്ടബിൾ ആണ് ആ ഫീലിങ്. പോവാം. പശുവിൻ്റെ അടുത്ത് കൊക്ക് നിൽക്കണേ, പിടിച്ചോ. എപ്പോഴും കിട്ടൂല അത് ചിലപ്പോൾ. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ അവിടെ പശുവും കൊക്കും ഒക്കെ ഉണ്ടെങ്കിലും കൃഷിയില്ലാത്തത് കാരണേ ഇങ്ങനെ ഇപ്പം പാടത്തൊന്നും അങ്ങനെ പശുവിനെ കൊണ്ട് ആൾക്കാർ കെട്ടണില്ലല്ലോ. അപ്പടി ഇങ്ങനെ വയറേയും പുള്ളിയും കയറി കിടക്കുമല്ലേ, അത് കാരണം ഇത്രയും ഭംഗിയില്ല. ഇവിടെ കൃഷി ഇറക്കണോണ്ട് നീറ്റായിട്ടാണ് കിടക്കണത്. ഈ ഭാഗങ്ങളൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ കണിച്ചായി എന്ന് പറഞ്ഞാൽ അവർ ആ ഫാക്ടറിക്കാർ മേടിച്ചിട്ടേക്കണം. അതുകൊണ്ടാണ് ഇവിടെ കൃഷിയില്ലാത്തത്. അവർ ഇഷ്ടിക നിർമ്മാണത്തിന് വേണ്ടി മേടിച്ചതാണ്. ഇതെന്ത് മാങ്ങയാണോ ആവോ, എന്ത് തന്നെ ആയാലും ഇങ്ങനെ കൊലകുത്തി ഉണ്ടായി കിടക്കണം. കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് അല്ലേ. ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് അത്. സമയം രാവിലെ 10:40. അപ്പം 2 സംഗതികൾ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച ഞങ്ങളൊന്ന് വൈകുന്നേരം വീട്ടിൽ പോയായിരുന്നു, എൻ്റെ വീട്ടിൽ പോയായിരുന്നു. വെറുതെ ജസ്റ്റ് ഒരു വിസിറ്റിന് പോയിച്ചു വന്നതാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചേമ്പ് പറിച്ച് കൂട്ടിയിട്ടേക്കണം. അപ്പം ഇവിടെ ചേമ്പ് മേടിച്ചു എന്ന് പറഞ്ഞല്ല, ചെന്നപ്പോഴേ തന്നെ ചോദിച്ചു ഇവിടെ ചേമ്പുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ചേമ്പുണ്ടോ, എല്ലാം എലിയുടെ ഉള്ളിലാന്ന് പറഞ്ഞു ചേമ്പ്. അപ്പം പറഞ്ഞു അയ്യോ ദേ ഇവിടെ പറിച്ച് കൂട്ടിയിട്ടേക്കണം എന്നും പറഞ്ഞു ഉടനെ തന്നെ കുറേ ചേമ്പ് വാരിക്കൂട്ടി. ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞു. കണ്ടമാനം അവിടെ വിളവെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് 5-6 ഞാൻ പറഞ്ഞത് ധാരാളം മതിയെന്നും പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. എൻ്റെ വീട്ടിലെയാണ് ചേമ്പ, കണ്ടിച്ചേമ്പ നമ്മൾ പറഞ്ഞ ഇത്. പിന്നെ ആ ഒപ്പം തന്നെ ചുണ്ടിലാക്കണ്ണൻ പഴം. ഇത്തവണത്തെ ഇച്ചിരി വേനലിൻ്റെ കാഠിന്യം കൊണ്ടാന്ന് തോന്നണം വലിപ്പം കുറവാട്ടോ. അപ്പം അത് പഴുത്തു തുടങ്ങി. അപ്പം വേനൽ മഴ പെയ്തപ്പോൾ പഴുത്തതാന്നാ പറഞ്ഞു വാഴക്കൊലയിൽ നിന്ന. അപ്പം അതും 2-3 പെടലുണ്ട്. പഴുത്ത് വരുമ്പോഴാണ് കാണാൻ ഭംഗി ഇത്. പക്ഷെ ഇതിപ്പോൾ അന്നേരത്തേക്കും പിന്നെ ഇവിടെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പകലൊക്കെ പോയേക്കുമായിരിക്കും. അപ്പം ഈ ഒപ്പം അങ്ങ് കാണിക്കാമെന്ന് ഓർത്തപ്പം ചേമ്പും ചുണ്ടിലാക്കണ്ണൻ പഴമായിട്ടാണ് ഇന്നലെ മടങ്ങിയത്. അപ്പോൾ ഓക്കെ. അപ്പം ഇവിടെ ലുലുമാളിൽ നിന്ന് ഒരു 1.5 കിലോയ്ക്ക് മാത്രം ഏതാണ്ട് ചേമ്പ് മേടിച്ച് നിങ്ങളെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ തന്നെ കണ്ടിച്ചേമ്പ്. ഇവിടെ ഇന്നാൾ പറിച്ച് നോക്കിയപ്പോൾ മുഴുവൻ ഈ എലി ഇങ്ങനെ
മണ്ണ് കുത്തി അള്ളു പോലെ ആക്കിയേക്കും, അതിൽ ചേമ്പില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതാ. ചേമ്പ് പുഴുങ്ങാനും ഒരു 2 ചേമ്പെടുത്ത് വറക്കാനുമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഇത് കണ്ടമാനം ഇപ്പം ഇതിവിടെ കിട്ടി. അപ്പം നമുക്ക് 2 ചേമ്പെടുത്തൊന്ന് വറക്കാം ആദ്യം. പിന്നെ വൈകുന്നേരം 2-3 ചേമ്പെടുത്ത് പുഴുങ്ങുകയും ചെയ്യാം. പിന്നെ ഈ ചേമ്പ് ഇവിടെ അമ്മച്ചി ഇങ്ങനെ തുണ്ട് ചിരണ്ടി വെച്ച് ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞ് ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചേച്ച് ചൂടോടുകൂടി കഴിക്കണം, ഉലർത്തുമായിരുന്ന. അതും ഒന്ന് ചെയ്യാം ഒരു ദിവസം. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ ഒക്കെ പോലെ ചൂടോടുകൂടി ഉലർത്തിയത് കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ കാശിന് കൊള്ളൂല, എന്നാന്ന് വെച്ചാൽ വെറുന്നിരിക്കും. അപ്പം നമുക്ക് അടുത്ത ആഴ്ചത് ഉലർത്താം. അപ്പം അങ്ങനെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതാ. പിന്നെ ചാറേറിയൊക്കെ വെക്കും വീട്ടിൽ, തിരുമറി ഒരു മുട്ടയിട്ടൊക്കെ ഇട്ട് വെക്കും. പിന്നെ ചാറങ്ങനെ വെക്കണതിനോട് അപ്പയ്ക്ക് താല്പര്യമില്ല. അപ്പം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞ് സാമ്പാർ വെക്കുമ്പോൾ ചേമ്പിടാറുണ്ടെന്ന് അവിടെ. ഞാനും ഇടാറില്ല, ഞാൻ അതിന് പകരം മത്തങ്ങ ഒരു പീസ് ഇടാറുള്ളൂ, പറയാറില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നോയമ്പുകാലല്ലേ. അപ്പം ഇനി പറഞ്ഞ് നമുക്ക് സമയം വൈകിക്കേണ്ട, ഇതൊക്കെ ഓരോന്നെടുത്ത് മാറ്റി വെച്ച് 2 ചേമ്പ് ക്ലീൻ ചെയ്തെടുത്തോണ്ട് വരാൻ പുറത്ത് പോയി.